സുഖം സുഖകരം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് സാരംഗ് ടോപ്സി. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. മോന്റെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. അതിന് കൈയടി കൊടുക്കണം. സെലക്ഷൻ ഓഫ് സോങ് സ്കോർ ചെയ്തു. എ മ്യൂസീഷ്യൻ ഇൻ ദ മേക്കിംഗ്. അതാണ് രവീന്ദ്ര ജയന്റെ സംഗീതത്തിൽ കെ ജയേശുദാസും കെ എസ് ചിത്രം ചേർന്നാലപിച്ച ഗാനമാണ്. നല്ല ഈസി ആയിട്ട് കൂളായിട്ട് പാടി. നന്നായി പാടിയോ? കുറച്ചുകൂടെ കുട്ടിക്കാം. സൂപ്പറായി പാടി. കുറച്ചുകൂടെ കുട്ടി. ഇതപ്പുറം പറയാ. തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റൈക്കക്കുട്ടി എന്ന് ടോപ്പ്. മഴയെ പറ്റി എന്താണ് അഭിപ്രായം? ഒരു പുതുമഴയെ പോലെ പൊഴിഞ്ഞത്. പാട്ട് കഴിയരുതേ എന്ന് തോന്നിപ്പോയി എനിക്ക്. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ മധുബാലകൃഷ്ണനും സേതാമോഹനും ചേർന്നാലപിച്ച ഗാനം. വെരി വെൽ റെൻഡേർഡ് ആണ്. കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അനുഷ്ക എന്ന് ടോപ്പ്. ഹൃദയത്തിൻ മധുപാത്രം. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? കടന്ന കൈയായിപ്പോയില്ലേ. ഇന്ന് തന്നെ പോയി കാണണം അല്ലേ? എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് താരം മനോ. അനുഷ്കയുടെ ഏറ്റവും നല്ല പെർഫോമൻസ്, സ്റ്റേർലിംഗ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വില്ലൻ ആരായിരിക്കും? അതെന്തുകൊണ്ടാണ് ഇന്ന് പറ്റിയത്? ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദിദിക്കുട്ടി എന്ന് ടോപ്സി. ഞാൻ യക്ഷിപ്പാട്ട പാടാൻ പോണേ. തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് പാട്ട്. സലിൽ ചൗധരിയുടെ സംഗീതത്തിലെ ജാനകിയം ആലപിച്ച ഗാനമാണ് താരം. ഈ കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും ദൈവം നേരിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പാടുന്ന പോലെയുള്ള അതാണല്ലോ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ അഭിമാനമാണ് നീ. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് എസ്തർ എന്ന് ടോപ്പ്. രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ കെ ജയേശുദാസ് ആലപിച്ച ഗാനം. എന്ത് രസമായിട്ട് പാടിയത്. ലിമാൻ എന്ന ചിത്രത്തിൽ കെ ജയേശുദാസ് ആലപിച്ച ഗാനവുമായാണ് സാംസോണി എന്ന് ടോപ്പ് സിംഗർ. ഈ ചന്ദ്രനെ പറ്റിയുള്ള ഒരുപാട് പാട്ടുകൾ. ശരിക്കും ആ സോൾ വേദിയിൽ കൊണ്ടുവന്നു. ആ പാട്ടിന്റെ ഉള്ളിലേക്ക് കേറി ചെന്നിങ്ങനെ പാടാൻ വേണ്ടി ശ്രമിച്ചതുപോലെ. നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ പി മാധുര്യം ആലപിച്ച ഗാനവുമായാണ് എസ്തർ. ദേവരാം മാസ്റ്റർ കേട്ടിരുന്നെങ്കിലും ഈ ശബ്ദത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശിവകാമിക്കുട്ടി എന്ന് ടോപ്പ്. ഐ ആം ഷോർട്ട് ഓഫ് വേർഡ്സ്, സോ ഇമോഷണൽ. ഈ മോളെയൊക്കെ പരിചയപ്പെട്ടത് വലിയൊരു സന്തോഷം. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ കെ ജയേശുദാസും സുജാത മോഹനും ചേർന്നാലപിച്ച ഗാനമാണ്. ലൈവ് പെർഫോമൻസിൽ ഈ പാട്ട് ഇത്രയും ഉഗ്രനായിട്ട് വേറെ ആരെങ്കിലും പാടി കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന പഴയകാല ചിത്രത്തിലെ ഗാനവുമായാണ് റിയാൻ. എത്ര കേട്ടാലും മതി വരുന്നില്ല. അയ്യോ, അത് നല്ല രസമായിട്ട് ഇന്ന് റിയാൻകുട്ടൻ പാടി. എം എസ് ബാബുരാജിന്റെ സംഗീതത്തിൽ കെ ജയേശുദാസ് ആലപിച്ച ഗാനമാണ്. റിയാൻകുട്ടൻ പാടിയ പാട്ട് കേട്ട് നമ്മളിങ്ങനെ ഉണർന്നു. എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു രക്ഷയിലട. വെട്ടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനവുമായാണ് മൈഥിലിക്കുട്ടി എന്ന് ടോപ്പ്. ഈ പാട്ടിന്റെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാനെടുത്ത് ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. വളരെ മനോഹരമായി പാടി. ഒരുപാട് പുതിയ ടെക്നിക്സ് പഠിച്ചതുപോലെ തോന്നി. സുഭദ്രക്കുട്ടിയുടെ ഈ ആലാപനത്തിൽ എന്താണ് ജസ്റ്റ് സംഭവിച്ചത്? പല്ലവി ഒന്ന് പാടി കേൾപ്പിച്ചേ. കുഞ്ഞാറ്റ ഇന്ന് പാടണമെന്ന് തോന്നുന്നു.